മുകളിലാണ് ഈ വീഡിയോ ഉണ്ടോ, ട്രെയിനിൻ്റെ സീറ്റ് കയറി പൊളിച്ചിട്ട് വീഡിയോയുടെ പ്രൗഡ്ലി റെക്കോർഡ് ചെയ്തിട്ട് അത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുക, ചിരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് യൂറോപ്യൻ കൺട്രീസിലെയും അമേരിക്കയിലും പോലുള്ള സിസ്റ്റം കൊണ്ടുവരണം, പ്രധാനമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം, നമുക്ക് ഫെസിലിറ്റീസ് ഇല്ല. ഞാൻ അതൊക്കെ പോട്ടെ, ഈ വീഡിയോ ഉണ്ടോ, ഹിമാചൽ ഗവൺമെൻറ് മണാലിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചാർജിങ് ഫെസിലിറ്റി ചെയ്ത് നൽകിയതാണ്. അതവർ വേസ്റ്റ് ബിന്നാക്കി മാറ്റി. സർക്കാർ പബ്ലിക് ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകി. അപ്പം ആ പബ്ലിക്കിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാനോ, ഇയാൾ ജസ്റ്റ് ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ ഫ്യൂ ഡേയ്സ് പബ്ലിക് ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്? ഇതിൽ രാഷ്ട്രീയക്കാർ, ഇത് നമുക്ക് ചെയ്തു തരുന്ന ആളുകൾ എന്ത് ചെയ്യാനാണ്? അവർ നേരിട്ട് വന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾ ഇവിടെ മൂത്രമൊഴിക്കണം, നിങ്ങൾ റോഡിൽ മൂത്രമൊഴിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന്? ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യം എന്താ? ലാക്ക് ഓഫ് സ്ട്രിക്റ്റ് റൂൾസ്. നിയമത്തെ പേടിയില്ല, നല്ല കർശനമായിട്ടുള്ള ഫൈന് കിട്ടും എന്നുള്ള പേടിയില്ല. നീ ഇതൊക്കെ കണ്ടോ, ലണ്ടനിൽ പോയിട്ട് നമ്മളെ നോർത്ത് ഇന്ത്യൻസ്, മലയാളികളെന്ന് പറയാൻ പറ്റില്ല, നോർത്ത് ഇന്ത്യൻസ് അവിടെ പോയിട്ട് തമ്പാക്കു ചവച്ച് തുപ്പി. അവിടുത്തെ ലണ്ടൻ ന്യൂസുകളിൽ വരെ ഈ വീഡിയോ വൈറലാണ്. ഇതിൽ ഓൺലി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരിക, നല്ല അടിപൊളി ഫൈൻ ഇട്ട് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ ജനങ്ങൾ മാറുള്ളൂ. നമ്മൾ മാറി ചിന്തിച്ചാൽ മാത്രമേ ഈ ലുക്കിൽ നിന്ന് ഈ ലുക്കിലേക്ക് നമ്മളെ കൺട്രി വരുള്ളൂ.